കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്താണ് കേട്ടോ നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഞാനിതിപ്പോൾ എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഒരു സെയിം ഡ്രസ്സിൽ ഒരു ഈവനിങ് ടൈമിൽ ഒരു കുഞ്ഞു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വിളക്ക് കൊളുത്തുന്നതും ചായ കുടിക്കണതൊക്കെ അത് നല്ല രീതിക്ക് റീച്ച് ആയി പോയിട്ട് അതിന്റെ ബേസിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഇതേ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഒരു വിളക്കൊക്കെ കത്തിക്കുമ്പോൾ പെട്ടെന്ന് അതായിരുന്നു കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിനും കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കൂടെ കൂടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ പേർക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാനാണ് കേട്ടോ. അതായത് വിളക്ക് കൊളുത്തുക, രാവിലെ എണീക്കുക, കുക്കിംഗ്, തേജപ്പനെ പറഞ്ഞയക്കണത്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, അതായത് ഒരു സാധാരണ ലൈഫ് സ്റ്റൈൽ തന്നെയായിട്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചായക്ക് ഇന്ന് മറ്റേ ലെറ്റേഴ്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇല്ല, അതുണ്ട് കേട്ടോ. തേജുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ്. ആ ഒരു ആവേശത്തിൽ ചായ തട്ടി എൻ്റെ മേത്ത് കൂടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ വൈകുന്നേരം ആയിട്ട് ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ ചെടികളൊക്കെ നനയ്ക്കാൻ നിന്നു കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും ഈ ഒരു നേരത്തായിട്ട് ചെടി നനയ്ക്കാറുള്ളൂ. കാരണം വെയിലൊക്കെ നല്ല പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ വെയിലത്ത് ഞാൻ ഇങ്ങനെ നിൽക്കണം വെള്ളം പിടിച്ചിട്ട്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു തണവടിച്ച് വരണ നേരത്തായിട്ട് ഞാൻ നനച്ചു കൊടുക്കാറ്. പിന്നെ വിൻഷേട്ടൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടേട്ടനും പിന്നെ കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്തോ പൂരം ഫെബ്രുവരി 14 കേട്ടോ. 14 13 കേട്ടോ. വിൻഷേട്ടൻ്റെ അവിടുത്തെ പൂരാണ് നാട്ടിലത്തെ. നമ്മുടെ നാട്ടിലത്തെ വിൻഷേട്ടൻ്റെ വീടിൻ്റെ അവിടുത്തെ കേട്ടോ പൂരാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ അവരിരുന്നിട്ട്. പിന്നെ രാത്രി ഇപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ രാത്രിക്ക് അവർക്ക് ഇത് വിൻഷേട്ടൻ ബിരിയാണി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ പിള്ളേരോട് കൊടുന്നേരും കേട്ടോ. നമ്മുടെ ഇവിടെ എളയപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞ ഒരു വീട്ടിൽ കൊടുന്നേരാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ ഇവർ ഇതേ വർത്താനം പറയുന്നുണ്ട്. പിന്നെ തേജുവിന് കളിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കുറേ നേരം നിന്ന് കളിക്കും. അപ്പോൾ കണ്ണൻ ബോൾ എറിഞ്ഞ് കൊടുക്കുമ്പോൾ അവൻ തട്ടിക്കളിക്കാട്ടോ. പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരമായപ്പോൾ എല്ലാവർക്കും ഫുഡ് എടുത്തു കൊടുത്തിട്ട് ഞാനപ്പോൾ തേജുവിനാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ല. അതുകൊണ്ട് കുട്ടി ഭയങ്കര ആവേശത്തിലാട്ടോ കഴിക്കുന്നത്. ചിക്കൻ്റെ കാല് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. വിൻഷേട്ടനെ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊരു തൊണ്ടവേനയും കപക്കെട്ടും അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. അപ്പോൾ വിൻഷേട്ടൻ രാത്രി കഞ്ഞിയാട്ടോ കുടിക്കണത്. ഇപ്പോൾ അവരിത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ തേജുവിൻ്റെ കൂടെ കമ്പനിക്ക് ഇരുന്നു. പിന്നെ അവന് മതിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ പ്ലേറ്റ് വാങ്ങിയിട്ടോ. കാരണം ബിരിയാണിയൊക്കെ അവൻ മതിയായിട്ട് എന്നെ മതി എന്ന് പറയുള്ളൂ. കഴിക്കാനുള്ള മടി കൊണ്ട് ഒരിക്കലും പറയില്ല. കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി വേറൊരു പ്ലേറ്റ് എടുത്ത് പരത്തണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഏട്ടാ ഞാൻ എടുത്തു. പിന്നെ അച്ചാറൊക്കെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ എടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ ഞാനും ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.